ഹോളിവുഡിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അസാധാരണമായ ഒരു വിജയ കഥയാവുകയാണ് ഒരു 20-കാരൻ സംവിധാനം ചെയ്ത സിനിമ. ഒബ്സഷൻ്റേതിന് സമാനമായൊരു സർപ്രൈസ് ഹൊറർ ഹിറ്റിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഒബ്സഷൻ്റേതുപോലെ തന്നെ സൂപ്പർ സ്റ്റാർ ഇല്ല, $200 മില്യൺ ബജറ്റൊന്നുമില്ല, മാർവലോ DCയോ സ്റ്റാർ വാർസോ പോലൊരു വലിയ ഫ്രാഞ്ചൈസിയോ ഇല്ല. എന്നിട്ടും ലോക ബോക്സ് ഓഫീസിനെ ഞെട്ടിച്ചിരിക്കുകയാണ് വെറും 20 വയസ്സ് മാത്രം പ്രായമുള്ള കെയ്ൻ പാസൺ സംവിധാനം ചെയ്ത ബാക്ക് റൂംസ്. $265 മില്യൺ ആഗോള കളക്ഷൻ, ഏകദേശം 2200 കോടി രൂപ. $10 മില്യൺ ചിത്രീകരണം പൂർത്തിയാക്കിയ സിനിമ $81 മില്യൺ ഓപ്പണിങ്ങോടെയാണ് വരവറിയിച്ചത്. ഇത് A24ന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആദ്യദിന കളക്ഷനാണ്. കൂടാതെ A24 സ്റ്റുഡിയോസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയാണ് ഇന്ന് ബാക്ക് റൂംസ്. ഈ വൻ വിജയത്തിന്റെ കഥ തുടങ്ങിയത് 2019-ലാണ്. ആ വർഷം ഇന്റർനെറ്റിൽ ഒരു വിചിത്ര ചിത്രം വൈറലായി. മഞ്ഞ നിറമുള്ള ചുവരുകൾ, എൻഡ് കാണാൻ പറ്റാത്ത വിധമുള്ള കോറിഡോറുകൾ, ആളൊഴിഞ്ഞ മുറികൾ, എന്തോ നിഗൂഢതയുള്ള ഭയം തോന്നിപ്പിക്കുന്ന ഒരു ചിത്രം. അവിടെ നിന്നായിരുന്നു ബാക്ക് റൂംസ് എന്ന ഇൻ്റർനെറ്റ് അർബൻ ലെജൻഡിൻ്റെ ജനനം. പിന്നീട് 2022 ഒരു പയ്യൻ ഈ ആശയത്തെ അടിസ്ഥാനമാക്കി ഒരു ചെറിയ യൂട്യൂബ് വീഡിയോ നിർമ്മിച്ചു. അവനാണ് കെയ്ൻ പാസൺസ്. അന്ന് അവന് വെറും 16 വയസ്സ് മാത്രമായിരുന്നു പ്രായം. പക്ഷേ ആ വീഡിയോ ലോകത്തെ ഞെട്ടിച്ചു. കാരണം അത് സാധാരണ ഹൊറർ ആയിരുന്നില്ല. ജംപ് സ്കെയറുകളോ ബ്ലഡ് സീനുകളോ ഒന്നും തന്നെ ആയിരുന്നില്ല ആളുകളെ അതിൽ ഭയപ്പെടുത്തിയിരുന്നത്. പകരം ഇനി എന്താണെന്ന് അറിയാത്ത യാതൊരു ഐഡിയയും ഇല്ലാതിരിക്കുന്നതിലെ ഭയം, ഒറ്റപ്പെടലിൻ്റെ ഭയം, യാഥാർത്ഥ്യത്തിൽ നിന്ന് ചിന്തകൾ വഴിതെറ്റി പോകുന്നുണ്ടോ എന്ന ഭയം. അതൊക്കെ ആയിരുന്നു കെയ്നിൻ്റെ വീഡിയോയിലെ ഹൊറർ എലമെൻറ്റുകൾ. സംഭവം യൂട്യൂബിൽ അങ്ങ് വൈറലായി. മില്യൺ കണക്കിന് ആളുകൾ അത് കണ്ടു. തുടർന്ന് കെയ്ൻ കൂടുതൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവിടെ ഒരു മിത്തോളജി രൂപപ്പെട്ടു. കെയ്നിന് ആരാധകരും വളർന്നു. പിന്നീട് ഹോളിവുഡ് അത് ശ്രദ്ധിച്ചു. A24 എത്തി, ബാക്ക് റൂം സിനിമ പ്രഖ്യാപിച്ചു. ആ സമയം പക്ഷെ പലരും സംശയിച്ചു, യൂട്യൂബിൽ ഒരു വീഡിയോ വൈറലായി എന്ന് കരുതി സിനിമയ്ക്കുള്ള സ്കോപ്പൊക്കെ ഉണ്ടോ? തിയേറ്ററുകളിൽ അതിന് ആളുകൾ കയറുമോ? ഇതൊരു വെബ് സീരീസായി മാത്രം സക്സസ് ആവാൻ സാധ്യതയുള്ള ഒരു ആശയമല്ലേ എന്നൊക്കെ. പക്ഷേ ഈ സംശയങ്ങളൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് റിലീസ് ദിവസം തന്നെ വൻ ഡിമാൻഡായിരുന്നു സിനിമയ്ക്ക്. ആദ്യ ആഴ്ചയോടെ ലോകമെമ്പാടും ഹൗസ്ഫുൾ ഷോകൾ. A24ന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഓപ്പണിംഗ്. സോഷ്യൽ മീഡിയ മുഴുവൻ ബാക്ക് റൂംസ് വീഡിയോകളും ചർച്ചകളും. ചിലരിതിനെ ദ ബ്ലെയർ വിച്ച് പ്രോജക്റ്റ് ഓഫ് ന്യൂ ജനറേഷൻ എന്ന് പോലും വിശേഷിപ്പിച്ചു. കാരണം 1999 ബ്ലെയർ വിച്ച് ഫൗണ്ട് ഫുട്ടേജ് ഹൊററിനെ മാറ്റിമറിച്ചതുപോലൊരു സെൻസേഷൻ ബാക്ക് റൂംസിനും സാധ്യമായി എന്ന അർത്ഥത്തിൽ. അന്താരാഷ്ട്ര തലത്തിൽ 57 വിപണികളിൽ നിന്നായി $77 മില്യൺ ബാക്ക് റൂംസ് നേടിയത്. സ്പെയിൻ ഉൾപ്പെടെ 41 രാജ്യങ്ങളിലെ A24ന്റെ ഏറ്റവും ഉയർന്ന ഓപ്പണിംഗ് വീക്കെൻഡ് റെക്കോർഡ് ഈ ചിത്രം സ്വന്തമാക്കി. കൂടാതെ കാനഡ, UK, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ഇറ്റലി ഉൾപ്പെടെ 42 മാർക്കറ്റുകളിൽ 1ാം സ്ഥാനത്താണ് ചിത്രം. ലാറ്റിൻ അമേരിക്കയാണ് ഈ സിനിമയുടെ ഏറ്റവും ശക്തമായ വിദേശ വിപണിയാക്കി മാറ്റിയത്. അവിടെ നിന്ന് മാത്രം $25 മില്യൺ ചിത്രം നേടി. ഇത് ബാക്ക് റൂംസിനെ ആ മേഖലയിലെ A24ന്റെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടുന്ന ചിത്രമാക്കി മാറ്റി. ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും $7.9 മില്യൺ വരുമാനത്തോടെ സ്റ്റുഡിയോയുടെ അവിടുത്തെ ഏറ്റവും വലിയ റിലീസായി ചിത്രം മാറി. $191 മില്യൺ ആഗോള കളക്ഷൻ നേടി A24ന്റെ ഏറ്റവും വലിയ വിജയമായി നിന്നിരുന്ന മാർട്ടി സുപ്രീം എന്ന ചിത്രത്തിന്റെ ലൈഫ് ടൈം കളക്ഷനെയാണ് ബാക്ക് റൂംസ് ഇപ്പോൾ മറികടന്നിരിക്കുന്നത്. ഇതോടെ 20-ാം വയസ്സിലെ ലോക ബോക്സ് ഓഫീസിലെ നമ്പർ 1 സിനിമയുടെ സംവിധായകനായി മാറിയിരിക്കുകയാണ് കെയ്ൻ പാസൺസ്. ഒബ്സഷൻ സംവിധായകൻ കറി ബാർക്കർ പോലെ തന്നെ ഒരു കാലത്ത് ബെഡ്റൂമിലിരുന്ന യൂട്യൂബ് വീഡിയോ എഡിറ്റ് ചെയ്തിരുന്ന ഒരു യുവാവ് ഇന്ന് ഹോളിവുഡിലെ ഏറ്റവും വിജയകരമായ സംവിധായകരുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുകയാണ്. ഇന്ന് ഹോളിവുഡ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഈ 2 സിനിമകളിലൂടെ ഈ 2 ചെറുപ്പക്കാരുടെ കഥയാണ്.